വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. വള്ളുവനാടിന്റെ ധീര കമ്മ്യൂണിസ്റ്റ് നേതാവ് EP ഗോപാലന്റെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കലാസാഹിത്യ മത്സരങ്ങൾ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളുവനാടിന്റെ ധീര കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന EP ഗോപാലന്റെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള കലാസാഹിത്യ മത്സരങ്ങൾ മണ്ണേങ്കോട് UP സ്കൂളിൽ വച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കുമൂലയിലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ആളുകളുണ്ടായി. സ്വാതന്ത്ര്യ സമര കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെ രക്ഷിതാക്കളും ജനിച്ച കാലമല്ല, അതിന് മുമ്പാണ് അല്ലേ? പക്ഷെ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അല്ലേ? അന്ന് നമുക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സ്കൂളുണ്ട്, അധികം സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക്, അതും നന്നായി സാമ്പത്തികമുള്ള ഭൂമിയൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ള ആളുകൾക്ക് മാത്രം പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കണ്ടേ? സ്വന്തമായ ഭൂമി നമ്മുടെ മുത്തച്ഛന്മാരുടെ അച്ഛന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്കാണ് സ്വന്തമായ ഭൂമിയില്ല. അപ്പോൾ ചെറിയ ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അറിയില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒന്ന് വീട്ടിൽ ചോദിച്ചാൽ മുത്തച്ഛന്റെ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പാന്റെ ഉപ്പാനോടൊക്കെ ചോദിക്കുമ്പോഴാണ് ആ കാലത്തെ കുറിച്ച് അറിയുന്നത്. മാത്രമല്ല, ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു കാലം ഉണ്ടായി. അരിയൊക്കെ കള്ളക്കടത്ത് നടത്തിയിരുന്നൊരു കാലം. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റും. ജാതീയമായി മനുഷ്യർ, അങ്ങനെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അല്ലേ? അതിൽ ജാതി മത വ്യത്യാസമില്ല. എല്ലാ മനുഷ്യർക്കും സിരകളിലൂടെ ഒരു രക്തമാണ് ഓടുന്നത്, ഒരേപോലെയാണ് എല്ലാ മനുഷ്യരും. പ്രൊഫസർ KC അരുണ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി K ഷാജഹാൻ, PV ജയകുമാർ, P പരമേശ്വരൻ, K രാജൻ, പ്രശാന്ത് വാടാനകുർശി, മോഹൻദാസ്, ഷാഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.